ദ നെയിം ഓഫ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ്. മലയാളത്തിൽ ഏഷ്യ, ഹിന്ദിയിൽ ഏഷ്യ, തമിഴിൽ ആസിയ, ബൈബിളിൽ ആസിയ. ഇതിൽ ഏതാണ് ശരിക്കും ശരി എന്ന് ചോദിച്ചാൽ എല്ലാം ശരിയാണ്. ഓരോ ഭാഷക്കാർക്ക് അവരവരോട് ശരി. ഇംഗ്ലീഷിലാണെങ്കിൽ എ എന്ന ശബ്ദം ഇംഗ്ലീഷിലില്ല, ഷ്യ എന്ന ശബ്ദവും ഇല്ല. എക്ക് പകരം അവരുടെ എയ് എന്ന ശബ്ദം ഉപയോഗിക്കുന്നു. പിന്നെ ഷ്യായ്ക്ക് പകരം ഷ. സോ എയ് ആൻഡ് ഷ, എയ്ഷ. സോ ദാറ്റ്സ് ദ പ്രൊനൗൺസിയേഷൻ ഓഫ് ദിസ് നെയിം ഇൻ ഇംഗ്ലീഷ്. പിന്നെ ഈ മോഡേൺ ടൈംസിൽ, അതായത് 2000 ആണ്ടിന് ശേഷം ഇംഗ്ലണ്ടുകാർ ഉപയോഗിക്കുന്നത് എയ്ഷ എന്ന പേരുമല്ല, എയ്ഷ എന്നാണ്. എയ്ഷ. ഷ എന്ന ശബ്ദം നമ്മുടെ മലയാള ഭാഷയിൽ എഴുതാൻ പറ്റില്ല. എയ്ഷ. ഇത് നമ്മുടെ മലയാളത്തിലെ ഴക്കും ഷായ്ക്കും ഇടയിൽ വരുന്ന ഒരു ശബ്ദമാണ്. ഷ, എയ്ഷ. സോ ദാറ്റ്സ് ദി കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ദിസ് വേർഡ് ഇൻ ഇംഗ്ലണ്ട് റൈറ്റ് നൗ. ഏഷ്യൻ ഗെയിംസ് എന്നതിനെ പറയുന്നത് മലയാളം ചാനലുകളിലാണ്. ഇംഗ്ലീഷ് ചാനലുകളിൽ ഇത് ഏഷ്യൻ ഗെയിംസ് ആണ്. മലയാളത്തിൽ ഇത് പേർഷ്യ. കാരണം മലയാളത്തിൽ പേയുണ്ട്, ഇറുണ്ട്, ഷ്യായുണ്ട്. ഇംഗ്ലീഷിൽ ഇതൊന്നുമില്ല. ഇംഗ്ലീഷിൽ ഇത് പേർഷ്യ, പേർഷ്യ. ഇത് മലയാളത്തിൽ ഇന്തോനേഷ്യ. ഇത് അമേരിക്കയിൽ ഇന്തോനേഷ്യ. ഇംഗ്ലണ്ടിൽ ഇന്തോനേഷ്യ എന്നും ഇന്തോനേസിയ എന്നും പറയും. ഇത് മലയാളത്തിൽ അനസ്തേഷ്യ. ഇംഗ്ലണ്ടിൽ ഇത് അനസ്തീസിയ, അമേരിക്കയിൽ അനസ്തീഷ്യ. ഈ പറഞ്ഞ വാക്കുകളിലെല്ലാം ഒരു എസ് ആണ് ഉണ്ടായിരുന്നത്, സിംഗിൾ എസ്. എന്നാൽ ഡബിൾ എസ് വരുന്ന ഈ പേര് നോക്കൂ. ദിസ് ഈസ് പ്രൊനൗൺസ്ഡ് റഷ്യ. ഇവിടെ ഷ എന്ന ശബ്ദമില്ല, ഷ എന്നാണ് ശബ്ദം. റഷ്യ. മലയാളത്തിൽ ഇത് റഷ്യ. ഷ്യ എന്ന ശബ്ദം ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നില്ല, ഷായാണ്. റഷ്യ. ദിസ് വേർഡ് ഈസ് സോഷ്യൽ. അവിടെ ഷ്യ ഇല്ല, സോഷ്യൽ. എന്നല്ല, ഈ പേരിൽ സോഷ്യോളജി. നമ്മളിതിന് സോഷ്യോളജി എന്നാണ് പറയുക, ഷ്യ ചേർക്കും. എന്നാൽ ഇംഗ്ലീഷിൽ ഇത് സോഷ്യോളജി. ദിസ് വേർഡ് ഈസ് പാർഷിയാലിറ്റി. ഇതിന്റെ ആഡ്ജക്റ്റീവ് പാർഷ്യൽ. അവിടെ ഷ്യ ഇല്ല, എന്നാൽ പാർഷിയാലിറ്റി എന്ന് പറയുമ്പോൾ ഷിയ എന്നൊരു ശബ്ദം വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അപൂർവം ചില വാക്കുകളിൽ ഷിയ എന്ന ശബ്ദം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഷ എന്ന ശബ്ദമേ ഉള്ളൂ. ഷ്യ എന്ന ശബ്ദം ഇംഗ്ലീഷിൽ ഇല്ലേ ഇല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.